അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് സംജാതമായി. ഒരുപാട് പവിത്രതയും ഒരുപാട് പുണ്യവും മഹത്വമുള്ള ദിവസങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ടോളം ദിവസങ്ങളാണ് ദുൽഹിജ്ജ 9 അതോടൊപ്പം ദുൽഹിജ്ജ 10. അള്ളാഹുവിന്റെ ലക്ഷോപലക്ഷക്കണക്കിനോളം അടിമകൾ വിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പുണ്യനാട്ടിലേക്ക് യാത്രകൾ തുടങ്ങി ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ മറ്റുള്ള കാര്യങ്ങളുമായെല്ലാം വ്യാപൃതരായി കഴിയുന്ന ഈ തരുണത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും വിശുദ്ധമാക്കപ്പെട്ട നാടുകളിലേക്ക് ചെന്നെത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഒരുപാട് പുണ്യവും ഒരുപാട് ശ്രേഷ്ഠതയുമുള്ള ദിവസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. എങ്കിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 2 ദിവസമാണ് ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 10. ഈ ദുൽഹിജ്ജ 9 10 നമ്മൾ വളരെ സന്തോഷിക്കുകയും ആത്മീയമായ ഒരുപാട് സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വല്ലാതെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കണ്ടെത്തുന്ന ദിവസങ്ങളാണല്ലോ. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2ഓളം ദിവസം ഉണ്ടെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയോട് പറയുന്നുണ്ട്, ആയിഷ, അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2ഓളം ദിവസമുണ്ട്. അതിലൊന്ന് വെള്ളിയാഴ്ച ദിവസവും മറ്റൊന്ന് അറഫ ദിവസവുമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടിമകൾ തിന്മകളും തെറ്റുകളും ചെയ്തുകൊണ്ട് നരകവാസികളായി പോയ ജനങ്ങളെ, ലക്ഷോപലക്ഷക്കണക്കിനോളം ജനങ്ങൾ അള്ളാഹു സ്വർഗത്തിലേക്ക് ഏറ്റവും അധികം കൊണ്ടെത്തിക്കുന്ന ദിവസം അത് അറഫ ദിവസമാണ്. അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ മുമ്പിൽ അള്ളാഹു അറഫ ദിവസത്തിൽ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു മലായിക്കത്തുകളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി അള്ളാഹു പ്രശംസിക്കുന്ന ദിവസമാണ് വിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം. ഇബ്ലീസിന് ഏറ്റവും ബുദ്ധിമുട്ടും ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ദിവസവും അതും ഈ അറഫ ദിവസമാണത്രേ. കാരണം ഇബ്ലീസ് വഴിപഴപ്പിച്ചുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോയ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ അവരെല്ലാം മറന്നുകൊണ്ട്, ഈ ദുനിയാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഇബ്ലീസിന് സഹിക്കാൻ കഴിയില്ലത്രേ. അങ്ങനെ ഇബ്ലീസ് ഏറ്റവും അധികം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ദിവസവും അതും ഈ അറഫ ദിവസമാണ്. അതുകൊണ്ട് നമുക്കും ഒരുപാട് സുഹൃതങ്ങളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് നന്മകൾ കൊണ്ട് വ്യാപൃതമാക്കണം. വിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം നമ്മളിലേക്ക് സംജാതമാകുമ്പോൾ അതിനു മുമ്പായി തന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നമ്മൾ നോമ്പ് പിടിക്കാറുണ്ട്. അത് 1 മുതൽ 8 വരെ സുന്നത്തും 9ാമത്തെ ദിവസം മുഅക്കദായ സുന്നത്താണ്. ഭയങ്കരമായ പ്രതിഫലമുള്ള ഭയങ്കരമായ പുണ്യമുള്ള ദിവസമാണ് ദുൽഹിജ്ജ 9ന്റെ നോമ്പ്. നമുക്ക് എല്ലാവർക്കും അറിയും. നമ്മളെല്ലാവരും അറഫ നോമ്പെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നോമ്പാണ്. ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ ദിവസത്തെ നോമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ സകലമാന ചെറുപാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ സകലമാന ചെറുപാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവങ്ങളും കൂടി പൊറുക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വർഷം നമ്മൾ ജീവിച്ചിരിക്കണം. അപ്പോ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, ഒരു വർഷവും കൂടി അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരുമത്രേ. അത്രമാത്രം പുണ്യവും മഹത്വമുള്ള നോമ്പാണ് ദുൽഹിജ്ജ 9ന്റെ അറഫ നോമ്പ് നമ്മൾ പറയപ്പെടുന്ന നോമ്പ്. ആ നോമ്പിനെ കുറിച്ചിട്ട് മുഅക്കദായ സുന്നത്തും ഭയങ്കരമായ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ. ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകളും തെറ്റുകളൊന്നും ഇല്ല, അപ്പൊ ഞങ്ങൾ നോമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ കഴിഞ്ഞു പോയൊരു വർഷത്തെ തിന്മകൾ പൊറുപ്പിക്കും, വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തിന്മകൾ പൊറുപ്പിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വർഷവും തെറ്റില്ല, ഇനി അങ്ങോട്ട് തെറ്റുണ്ടാകത്തുമില്ലെങ്കിൽ ഞങ്ങൾ നോമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരാ നോമ്പ് പിടിക്കുന്നതിലൂടെ അവരുടെ ആഖിറം വിജയകരമാകും. അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തപ്പെടും അത്രേ. അവർക്ക് അത്യുന്നതമായ പദവി അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് കിട്ടുമെന്നൊക്കെ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പൊ ഇനി ഒരു മനുഷ്യനിക്ക് 1 തൊട്ട് 8 വരെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും 9ാമത്തെ നോമ്പെങ്കിലും നമ്മൾ പിടിച്ചിരിക്കണം. കാരണം അത് മുഅക്കദായ സുന്നത്താണ്.
ഭയങ്കരമായ പ്രതിഫലവും ഭയങ്കരമായ പുണ്യമുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 9-ാമത്തെ നോമ്പ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുവാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് പിടിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അസുഖങ്ങളോ യാത്രയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ദിവസത്തെ നോമ്പ് പിടിക്കുവാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ മൻ ഹഫിള ലിസാനഹു വസംഅഹു വബസറഹു, അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയെയും അവന്റെ സംസാരത്തെയും അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അറഫ ദിവസത്തിന്റെ അന്നത്തെ അവന്റെ സംസാരവും കാഴ്ചയും കേൾവിയെല്ലാം സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഓഫിറ ലഹു മിൻ അറഫത ഇലാ അറഫ, അവനിക്ക് ഈ വർഷത്തെ അറഫ മുതൽ അടുത്ത വർഷത്തെ അറഫ ദിവസം വരെയുള്ള സകലമായ ചെറുപാപങ്ങളും അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പുണ്യവും ഒരുപാട് മഹത്വവും ഒരുപാട് സ്വീകാര്യതയെല്ലാം കിട്ടുന്ന സുന്നത്താക്കപ്പെട്ട നോമ്പാണ് വിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബുധനാഴ്ചയുള്ള നോമ്പ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാവരും കൃത്യമായി അനുഷ്ഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.